നമസ്കാരം. സ്ത്രീ ശാക്തീകരണത്തിനായി പ്രവർത്തിച്ച കലാകാരി ഭീകരവാദി വിധിച്ചത് 11 വർഷത്തെ കഠിന തടവ്. ലോകത്തിൻ്റെ നൊമ്പരമായി മനഹൽ അൽ ഒതൈബി സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നൽകിയതടക്കമുള്ള സൗദി അറേബ്യയിലെ പരിഷ്കാരങ്ങൾ വെറും പുകമറയാണോ എന്ന് ചോദിക്കേണ്ടി വരുന്നു. ലോകമാധ്യമങ്ങളിൽ പലപ്പോഴും വാർത്തയാവാറുള്ളതാണ് സൗദി അറേബ്യയിലെ പരിഷ്കരണങ്ങൾ എന്ന് പറയപ്പെടുന്നത്. സൗദി ഇസ്ലാമിക രീതികളൊക്കെ വിട്ട് ആധുനിക രീതിയിലേക്ക് മാറുകയാണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് വാർത്ത വരാറുണ്ട്. രാജ്യത്ത് സിനിമാ തിയേറ്ററുകൾ തുറന്നതും അമുസ്ലിം നയതന്ത്രജ്ഞർക്കായി മദ്യശാലകൾ തുറന്നതും അടക്കമുള്ള വലിയ പരിഷ്കാരങ്ങളിലൂടെ സൗദി പലപ്പോഴും ലോകത്തെ ഞെട്ടിച്ചിരുന്നു. ഒരു ജനാധിപത്യ മതേതര രാഷ്ട്രമായ ഇന്ത്യയിൽ കഴിഞ്ഞ നീറ്റ് പരീക്ഷയ്ക്കിടെ ഹിജാബ് ധരിച്ചെത്തിയ വിദ്യാർത്ഥികളെ പരിശോധിച്ചതിൻ്റെ പേരിൽ ഉണ്ടായ കോലാഹലങ്ങൾ ഇനിയും അടങ്ങിയിട്ടില്ല എന്ന് ഓർമ്മപ്പെടുത്തുമ്പോഴും ആ സമയത്ത് പരീക്ഷാ ഹാളിൽ അബായ, അതായത് പർദ്ദ നിരോധനം ഏർപ്പെടുത്തിയാണ് സൗദി ഉത്തരവിറക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഞെട്ടിക്കുന്നത്. എല്ലാ പരീക്ഷാ ഹാളുകളിലും വിദ്യാർത്ഥികൾ യൂണിഫോം നിർബന്ധമായും ധരിക്കണമെന്നാണ് സൗദിയിലെ പുതിയ ഉത്തരവ് തന്നെ. സൗദിയുടെ രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാൻ എന്ന MBS വന്നതോടെ മാറ്റങ്ങൾ വലിയ തോതിൽ ആരംഭിക്കുകയായിരുന്നു. 2018 ലോകം മുഴുവൻ വീക്ഷിച്ച ഒരു പ്രഖ്യാപനം സൗദിയിൽ നിന്നും വരുന്നത്. ഇനി മുതൽ സൗദി അറേബ്യൻ പ്രവിശ്യകളിൽ പർദ്ദ നിർബന്ധിത വസ്ത്രമല്ല എന്നതായിരുന്നു ആ വാർത്ത. വിദേശത്തു നിന്നും രാജ്യത്തു നിന്നും എത്തുന്ന അമുസ്ലിങ്ങളായിട്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമായിരുന്നു സൗദിയുടെ ഈ പ്രഖ്യാപനം എന്ന് പറയപ്പെടുന്നത്. സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിച്ചത് വലിയൊരു മുന്നേറ്റമായിരുന്നു ആ കാലഘട്ടത്തിൽ. പുരുഷ രക്ഷകർത്താക്കളുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ പുറത്തു പോകാനാവൂ എന്ന നിയമവും അവിടെ മാറ്റപ്പെടുകയായിരുന്നു. ഉച്ചഭാഷിണികൾ വച്ചുള്ള പള്ളികളിൽ നിന്നുള്ള പ്രഭാഷണങ്ങളും സൗദിയിൽ നേരത്തെ വിലക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. രാജ്യത്ത് ശരീഅത്ത് നിയമം ബാധകമല്ലാത്ത പുതിയ സാമ്പത്തിക മേഖലയ്ക്ക് തുടക്കമിടാനുള്ള തീരുമാനങ്ങൾ മുഹമ്മദ് സൽമാൻ എന്ന് പറയുന്ന രാജകുമാരൻ ലോകജനതയ്ക്ക് മുമ്പിൽ ഒരു പരിഷ്കർത്താവിൻ്റെ മുഖം നൽകിയെന്നുള്ളതാണ്. പക്ഷേ ഇതിനേക്കാളൊക്കെ വലിയ 2 പരിഷ്കരണങ്ങൾ കോവിഡിൻ്റെ മറവിൽ സൗദി നടത്തി എന്നുള്ളത് മറന്നു പോകരുത്. ഇസ്ലാമിക ശരീഅത്തിലെ 2 സുപ്രധാന നിയമങ്ങളാണ് സൗദി അറേബ്യ റദ്ദാക്കിയത്. വ്യഭിചാരിക്കുള്ള പരസ്യമായ ചാട്ടവാറടിയും പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ വധശിക്ഷയുമാണ് സൗദി അറേബ്യൻ ഭരണകൂടം നിർത്തലാക്കിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള നിരവധി പരിഷ്കരണങ്ങൾ, ഇത്തരത്തിലുള്ള പരിഷ്കരണങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ സൗദി മാറുന്നുണ്ടോ? ജമാൽ ഖഷോഗി വധമടക്കമുള്ള കാര്യങ്ങൾ അത് സൂചിപ്പിക്കുകയാണ്. ഇപ്പോൾ മറ്റൊരു സംഭവം കൂടി സൗദി അറേബ്യയിൽ നിന്ന് പുറത്തു വരികയാണ്. സ്ത്രീ ശാക്തീകരണത്തെ പിന്തുണയ്ക്കുകയും വസ്ത്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്ത മനഹൽ അൽ ഒതൈബി എന്ന 29കാരിയായ സൗദി യുവതിക്ക് ഇപ്പോൾ 11 വർഷം തടവ് ശിക്ഷയാണ് സൗദി വിധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അറസ്റ്റിന് ശേഷം യുവതി അതിക്രൂരമായി ശാരീരിക പീഡനങ്ങൾക്ക് ഇരയായതായി മനുഷ്യാവകാശ സംഘടനകളടക്കം പറയുന്നുണ്ട്. നൊമ്പരമായിപ്പോയി ഈ മനഹൽ അൽ ഒതൈബി എന്ന് പറയപ്പെടുന്ന സ്ത്രീ. ഇപ്പോൾ മനഹൽ അൽ ഒതൈബിക്ക് വേണ്ടി വൻ ക്യാമ്പയിൻ സോഷ്യൽ മീഡിയയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കമ്മീഷൻ ഹൈക്കമ്മീഷണർക്ക് നൽകിയ പ്രസ്താവനയിലാണ് സൗദി അധികൃതർ ഈ മനഹൽ അൽ ഒതൈബിയുടെ കാര്യം സ്ഥിരീകരിച്ചത്. ഈ വർഷം ആദ്യം ജനുവരി 9 ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് മനഹൽ അൽ ഒതൈബി ശിക്ഷിക്കപ്പെട്ടത്. തെറ്റായ അല്ലെങ്കിൽ വിദ്വേഷം പരത്തുന്ന കിംവദന്തികൾ, പ്രസ്താവനകൾ, വാർത്തകൾ തുടങ്ങിയവ പ്രക്ഷേപണം ചെയ്യുന്നതിനോ പ്രസിദ്ധീകരിക്കുന്നതിനോ വേണ്ടിയുള്ള വെബ്സൈറ്റുകളുടെ ഉപയോഗം ക്രിമിനൽ കുറ്റമാക്കുന്ന സൗദി തീവ്രവാദ വിരുദ്ധ നിയമവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾ അതുപ്രകാരം മനഹൽ കുറ്റക്കാരിയാണ് എന്ന് കണ്ടെത്തുകയായിരുന്നു. ഭീകരവാദ പ്രവർത്തനങ്ങൾ ചെയ്തതിന് സമാനമാണ് ഇത് എന്നാണ് പറയപ്പെടുന്നത്. 2022 നവംബറിലാണ് മനഹൽ അൽ ഒതൈബി അറസ്റ്റിലാകുന്നത്. സർട്ടിഫൈഡ് ഫിറ്റ്നസ് ഇൻസ്ട്രക്ടറും കലാകാരിയുമാണ് മനഹൽ. സാമൂഹ്യ മാധ്യമങ്ങളുടെ നിരന്തരം അവർ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ പങ്കുവച്ചുകൊണ്ടേയിരുന്നു. ഇതിനൊപ്പം ഫിറ്റ്നസ്, കല, യോഗ തുടങ്ങിയവുമായി ബന്ധപ്പെട്ട ഉള്ളടക്കങ്ങളാണ് മനഹൽ പ്രധാനമായും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത്. ഇതിനൊപ്പം രാജ്യത്തെ പുരുഷ രക്ഷകർതൃ നിയമങ്ങൾ അവസാനിപ്പിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഇവർ അറബിയിൽ ഹാഷ്ടാഗ് ക്യാമ്പയിൻ നടത്തിയത്. ഇതും വലിയ കുറ്റമായാണ് ചിത്രീകരിക്കപ്പെട്ടത് എന്നുള്ളതാണ്. 2023 നവംബർ മുതൽ 2024 ഏപ്രിൽ വരെയുള്ള 5 മാസം മനഹൽ നിർബന്ധിത തിരോധാനത്തിന് വിധേയയായെന്നും ഇക്കാലയളവിൽ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു എന്നുമാണ് ആരോപണം. ഇതിനിടെ ഒരിക്കൽ മാത്രം മനഹൽ കുടുംബവുമായി ബന്ധപ്പെട്ടു. ഏകാന്ത തടവിലാണ് എന്നും ശാരീരിക പീഡനങ്ങൾ മൂലം കാലൊടിഞ്ഞിരിക്കുകയാണ് എന്നും യുവതി അന്ന് കുടുംബത്തെ അറിയിക്കുകയും ചെയ്തു.
എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം തന്നെ സൗദി അധികൃതർ നിഷേധിക്കുകയും ചെയ്തു. ആംനസ്റ്റി ഇൻ്റർനാഷണലും സൗദി അറേബ്യ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ALQSTയും അടക്കമുള്ള അവകാശ സംഘടനകളും സൗദിയുടെ ഈ നടപടിക്കെതിരെ രംഗത്ത് വന്നതോടെ കളം മാറി. സൗദി അറേബ്യയിലെ ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ബിസാൻ ഹാക്കിം ഇതുവഴി സൗദി അധികാരികൾ സമീപ വർഷങ്ങളിൽ ഏറെ കൊട്ടിഘോഷിച്ച സ്ത്രീകളുടെ അവകാശ പരിഷ്കരണങ്ങളുടെ പൊള്ളത്തരം തുറന്നുകാട്ടുകയും സമാധാനപരമായിട്ടുള്ള വിയോജിപ്പുകളെ നിശബ്ദമാക്കുവാനുള്ള അവരുടെ പ്രതിബദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്യുകയാണ് എന്നാണ് അവർ പറഞ്ഞത്. ഈ മനഹൽ അൽ ഒതൈബി അവരുടെ 2 സഹോദരിമാരും സമാനമായിട്ടുള്ള ആരോപണങ്ങൾ നേരിടുന്നവരാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. നേരത്തെയും സൗദിയിൽ അനവധി യുവതികൾ ഇത്തരത്തിൽ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ പേരിൽ അറസ്റ്റിലാവുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഒരു ഭാഗത്ത് യാഥാസ്ഥിതികതയ്ക്കെതിരെ പൊരുതുകയും മറുഭാഗത്ത് പുരോഗമനവാദികളെ ജയിലിലാക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പാണ് സൗദി നടപ്പാക്കുന്നത് എന്ന് വലിയ ആരോപണം നിലനിൽക്കുകയും ചെയ്തു. ആചാരങ്ങളിൽ മാറ്റം വരണമെന്ന് തുറന്നു പറഞ്ഞിട്ടുള്ള അത്ര യാഥാസ്ഥിതികനല്ലാത്ത ഭരണാധികാരിയാണ് ഈ MBS എന്ന് പറയപ്പെടുന്നത്. നബിയുടെ കാലത്ത് സ്ത്രീകൾ ഒട്ടകം ഓടിച്ചിരുന്നുവെങ്കിൽ ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് ആധുനിക ഒട്ടകമായിട്ടുള്ള കാർ ഓടിക്കാം എന്നതായിരുന്നു ഈ രാജകുമാരൻ്റെ വാദം. അതിൻ്റെ അടിസ്ഥാനത്തിൽ സൗദിയിൽ സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള അനുമതി അടക്കം സൗദി നൽകുന്ന കാഴ്ചയുമുണ്ടായി. അതിനിടെ സൗദിയിൽ സിനിമാ തിയേറ്ററുകൾ വന്നു. ഈ ടൂറിസ്റ്റുകൾ അഭയ ധരിക്കേണ്ടതില്ല എന്ന പ്രഖ്യാപനത്തിലൂടെ ഡ്രസ് കോഡിന് മാറ്റം വരുത്തുന്നു. ഇങ്ങനെ മാറ്റത്തിൻ്റെ നിരവധി വാതിലുകൾ തുറക്കുകയാണ് എന്നൊരു തോന്നലും ഒരു പ്രതീതിയുമൊക്കെ ജനിപ്പിക്കുവാൻ പുതിയ കിരീടാവകാശിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ഞങ്ങൾ ചില ഇളവുകൾ ഒക്കെ തരും, പക്ഷേ നിങ്ങളൊന്നും പ്രതിഷേധിച്ച് നേടിയെടുക്കേണ്ടതില്ല എന്ന നിലപാടാണ് സൗദി മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോഴും ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എന്ന് പറയപ്പെടുന്ന അവിടെ അതിഭീകരമായി പീഡിപ്പിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ്. മമ്മൂട്ടിയുടെ കാതൽ എന്ന സിനിമയും പൃഥ്വിരാജിൻ്റെ ആടുജീവിതവും ഒക്കെ നിരോധിച്ചതുമെല്ലാം സൗദിയുടെ യാഥാസ്ഥിതിക മുഖം അത് വെളിപ്പെടുത്തുന്നു എന്ന് പറയേണ്ടി വരും. അങ്ങനെ സൗദിക്കുള്ളിൽ സ്ത്രീ ശാക്തീകരണത്തിനായി പ്രവർത്തിച്ച സ്ത്രീയെ ജയിലിലടയ്ക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത് എന്തിൻ്റെ പേരിലായിരിക്കും? ധാർമ്മിക രോഷം കൊള്ളേണ്ട ഒരു സമയമാണ് സ്ത്രീ സമൂഹം അടക്കം. ഒരു പൊതുസമൂഹം ഇന്ത്യ മഹാരാജ്യം മാത്രമല്ല, അതിനോട് യോജിക്കുന്ന എല്ലാ രാജ്യങ്ങളും ചേർന്ന് നിന്നുകൊണ്ട് ലോകമെമ്പാടുമുള്ള ആൾക്കാർ ഇതിനെതിരെ പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും വേണം. സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ ജയിലിലടയ്ക്കുകയും അവർക്കെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്ന സൗദി ഭരണാധികാരികളോട് അവരുടെ ഇരട്ടത്താപ്പിനോട് ലോകം പ്രതികരിക്കേണ്ടതുണ്ട്.